അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് രണ്ടാമത്തെ എക്സസൈസിലേക്ക് പോകാം. ഈ എക്സസൈസിൽ ആ എന്ന ഹർഫാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. ആ എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ സംശയം തീർക്കാൻ ആണോ അല്ലേ എന്ന് ചോദിക്കാനാണ് നമ്മൾ ക്വസ്റ്റ്യൻ സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ എഴുതാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് അറബി ഭാഷയിൽ തുടക്കത്തിൽ എഴുതും. ഇപ്പോൾ മാ നമ്മൾ കണ്ടു, മാ ഹാദ, ഹാദ മാ എന്നല്ല ചോദിച്ചത്, മാ ഹാദ എന്നാണ് ചോദിച്ചത്. അപ്പോൾ മാ ആണ് ഫസ്റ്റ് എഴുതാം, പിന്നെ ഹാദ എഴുതുള്ളൂ. അതേപോലെ ആ എന്ന് പറയുമ്പോഴും ഫസ്റ്റ് നമ്മൾ ആ ആണ് എഴുതാം, ആ ക്വസ്റ്റ്യൻ. എന്നിട്ട് എന്തിനെക്കുറിച്ചാണോ സംശയം അത് ചോദിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ എന്താ? അഹാദ ബൈത്തുൻ, അഹാദ ബൈത്തുൻ, ഇതൊരു വീടാണോ? അപ്പോൾ ചിത്രം നോക്കൂ, വീടാണോ? അല്ല, മസ്ജിദാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക? ല, അല്ല. അപ്പോൾ നിഷേധത്തിൻ്റെ ഹർഫ് നഫി, ല ഹാദ മസ്ജിദുൻ, ഇതൊരു മസ്ജിദ് ആണ്. അപ്പോൾ വീടല്ല മസ്ജിദാണെന്ന് ക്ലിയറായി. അപ്പോൾ അതാണ് ഹർഫു ജവാബ്, ഉത്തരം പറയാണ്. അപ്പോൾ സംശയത്തോടെ ചോദിക്കുമ്പോൾ ആദ്യം ഇടണം, ആ. എന്നിട്ട് അഹാദ ബൈത്ത്, ഇതൊരു വീടാണോ? ആണോ എന്ന് ചോദിക്കാനാണ് ആ. ഹാദ ബൈത്ത് എന്ന് പറഞ്ഞാൽ ഇതൊരു വീടാണ്. അഹാദ ബൈത്തുൻ, ഇതൊരു വീടാണോ? എന്നിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. അപ്പോൾ ആൻസർ ല. അപ്പോൾ ല എന്താ? ഹർഫു നഫി. ഹാദ മസ്ജിദുൻ, ഹാദ മുബ്തദഉൻ മർഫൂൻ, മസ്ജിദുൻ ഖബറുൻ മർഫൂൻ. അപ്പോൾ മസ്ജിദ് ആണാണ്, അപ്പോൾ ഹാദ. മസ്ജിദ് ഒറ്റൊന്നാണ്, അപ്പോൾ ഹാദ. മസ്ജിദ് അടുത്തുള്ളതാണ്, അപ്പോൾ ഹാദ. ഇനി അടുത്ത് നോക്കൂ, അഹാദ മിഫ്താഹുൻ, ഇതൊരു താക്കോലാണോ? മിഫ്താഹുൻ എന്ന് പറഞ്ഞാൽ താക്കോൽ, മിഫ്താഹു എന്ന് പറഞ്ഞാൽ താക്കോൽ. അപ്പോൾ അഹാദ മിഫ്താഹുൻ, ഇതൊരു താക്കോലാണോ? അപ്പോൾ ചിത്രം നോക്കൂ, താക്കോലാണോ? അല്ല. അപ്പോൾ നമ്മൾ എന്താ ഉത്തരം പറയാം? ല, അല്ല. ഹാദ കലമുൻ, ഇതൊരു പേനയാകുന്നു. അപ്പോൾ ഹാദ മുബ്തദഉൻ മർഫൂൻ, കലമുൻ ഖബറുൻ മർഫൂൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, അഹാദ കമീസുൻ, ഇതൊരു കുപ്പായമാണോ? അപ്പോൾ ചിത്രം നോക്കൂ, അതെ, കുപ്പായമാണ്. അപ്പോൾ എങ്ങനെ ആൻസർ പറയാം? നആം, അതെ. ഹാദ കമീസുൻ, ഇതൊരു കുപ്പായമാണ്. അപ്പോൾ നഅം എന്താ? ഹർഫു ജവാബ്. ഹാദ എന്താ? മുബ്തദഉൻ മർഫൂൻ. കമീസുൻ എന്താ? ഖബറുൻ മർഫൂൻ. അപ്പം നാം ഹർഫാണ്. നാം എന്താ? ഹർഫാണ്, ഹർഫു ജവാബ്. അപ്പോൾ നാമിനെ ഒന്ന് നോക്ക്, നാമിൽ 3 അക്ഷരമുണ്ട് അല്ലേ? 3 അക്ഷരം ഉണ്ടായിട്ട് നമ്മൾ ഹർഫ് എന്നാണ് പറയുന്നത് അല്ല. അറബി ഭാഷയിലും അക്ഷരത്തിന് ഹർഫ് എന്നാണ് പറയുക. പക്ഷേ ഇവിടെ 3 അക്ഷരം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഹർഫ് പറഞ്ഞത്? കാരണം അറബി ഭാഷ ഗ്രാമറിൽ ഈ നാം എന്താണ്? ഒരു കലിമയാണ്. ആ കലിമ എന്ന് പറഞ്ഞാൽ വാക്ക്, നാം ഒരു വാക്കാണ് അല്ലേ? അതേന്ന് പറയാൻ ഒരു വാക്കാണ്. ആ വാക്കിന് അറബി ഭാഷ ഗ്രാമർ രീതിയിലാണ് പെടുത്തിയത്, ഹർഫിലാണ് പെടുത്തിയത്. അതുകൊണ്ടാണ് ഹർഫു ജവാബ് എന്ന് പറയുന്നത്. ഇവിടെ 3 അക്ഷരം ഉണ്ടായിട്ടും എന്താണ്? ഒറ്റക്ഷരമായിട്ടല്ല പറയുന്നത്, പക്ഷേ എന്താണ്? ഒരു കലിമയായിട്ടാണ് പറയുന്നത്. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടണ്ട, ഇൻഷാ അല്ലാഹ് പിന്നീട് മനസ്സിലാവും. ഇനി അടുത്ത, അപ്പോൾ നാം ഹാദ കമീസുൻ, കാരണം ഇത് അതേന്ന് ഉറപ്പിച്ച് പറയാണ്. ആ ഹാദ നജ്മുൻ, ഇത് നക്ഷത്രമാണോ? അപ്പോൾ എന്താ ആൻസർ? നാം, അതെ. ഹാദ നജ്മുൻ, ഇതൊരു നക്ഷത്രമാണ്. അപ്പം നാം എന്താ? ഹർഫു ജവാബ്. നജ്മുൻ എന്താ? ഹാദ എന്താ? നാം. ഇതിൻ്റെ ഉത്തരം എന്താ? നാം ഹാദ നജ്മുൻ. അപ്പം നാം എന്താ? ഹർഫു ജവാബ്. ഹാദ എന്താ? മുബ്തദഉൻ മർഫൂൻ. നജ്മുൻ എന്താ? ഖബറുൻ മർഫൂൻ. അപ്പോൾ ഇതാണ് ആദ്യം മാനെ കൊണ്ടുള്ള എക്സസൈസ് നമ്മൾ ചെയ്തു, ബുദ്ധിയില്ലാത്തത്. പിന്നെ ആനെ കൊണ്ടുള്ള എക്സസൈസും നമ്മൾ ചെയ്തു. അത് സംശയം തീർക്കാനാണ്. ആ ബുദ്ധി ഉള്ളതിനും ഉപയോഗിക്കും, ബുദ്ധി ഇല്ലാത്തതിനും ഉപയോഗിക്കും. ഇവിടെ നമ്മൾ ആദ്യം പഠിച്ചത് ബുദ്ധി ഇല്ലാത്ത വസ്തുക്കളെക്കുറിച്ചാണ്. അപ്പോൾ ഇതെല്ലാം അടുത്തുള്ള വസ്തുവാണ്, ഇതെല്ലാം ഏകവചനമാണ്, ഇതെല്ലാം പുല്ലിംഗാണ്. അതുകൊണ്ടും കൂടിയാണ് ഹാദ ഉപയോഗിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും.